നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഈ ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കൊന്നുകിൽ ഒരു വട്ടത്തിലുള്ള സർക്കിളിൻ്റെ ഒരു സിമ്പിളോ അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിഹ്നമാണ് വരാറ്. അപ്പോൾ അങ്ങനെ ലിസ്റ്റാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ചിഹ്നങ്ങളാണ് സാധാരണ വരിക. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് എനിക്ക് സ്ക്വയർ ഷേപ്പിലാണ് എൻ്റെ ഈ ലിസ്റ്റ് കാണേണ്ടത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ HTML, ഹെഡ്, അതേമാതിരി ടൈറ്റിൽ, അത് കഴിഞ്ഞ് ബോഡി, ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മളിവിടെ UL ടൈപ്പ് ഈക്വൽ സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെ സൈഡിലും ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഒരു ഷേപ്പ് വരും. അപ്പോൾ അതായത് റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞി സ്ക്വയർ പോലെ നമുക്ക് കാണാം. അതൊരു ഡിസൈൻ പോലെയാണ്, കാരണം നമ്മുടെ ഒരു ലിസ്റ്റാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ എന്ന് വേണ്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്കപ്പോൾ ആ ലിസ്റ്റിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. സർക്കിളോ സ്ക്വയറോ അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ ആ ലിസ്റ്റ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഷേപ്പ് നമുക്കവിടെ ആ ലിസ്റ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വരുന്നു എന്നർത്ഥം. ഇനിയൊരു ഉദാഹരണം, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് റാം എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ എന്ന് കൊടുത്തത് കൊണ്ട് ഇങ്ങനൊരു സ്ക്വയർ ഷേപ്പ് വരും, എന്നിട്ട് റാം എന്ന് വരും. അതേപോലെ അതിൻ്റെ താഴെ അടുത്തതായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് വന്നിട്ട് അത് ഹാർഡ്വെയർ, പിന്നെ അടുത്തതായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് വന്നിട്ട് അവിടെ മദർ ബോർഡ്. ഇങ്ങനെ നമുക്ക് ഓരോ ഷേപ്പായിട്ട് വന്നിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഏത് തരമാണോ ലിസ്റ്റിൽ നമുക്ക് കാണേണ്ടത് അതനുസരിച്ച് നമുക്കതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ടാഗ് വയ്ക്കുമ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത്.